നമസ്കാരം, ഞാൻ കേശവനുണ്ണി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ഈ ജാതിനെ കുറിച്ച് പറയണം. ഈ ജാതിനെ കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു 10 വർഷമായി. ഇതെന്താ വെച്ചാൽ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ് ഇത്. അല്ലാണ്ട് ഇത് ഒട്ടുജാതിയൊന്നുമല്ല, ബഡ് ചെയ്ത ജാതിയല്ല എന്നർത്ഥം. ഇത് 10 വർഷമായി നട്ടിട്ട്. ശരിക്കും 3 വർഷം 4 വർഷം കൂടുമ്പോൾ ആകുമ്പോഴേക്കും കായ്ക്കുന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഞാൻ 10 വർഷത്തോളമായി ഇത് നട്ടിട്ട്. നമ്മുടെ ഈ പറമ്പിലേ ഈ വെള്ളം നിൽക്കണ കാരണേ വെള്ളത്തിൻ്റെ ശല്യം നല്ലോണം ഉണ്ട്. എന്നുവെച്ചാൽ വർഷക്കാലത്ത് നല്ലോണം വെള്ളം നിൽക്കും. അതുകൊണ്ട് ഞാൻ എന്ത് വെച്ചാൽ ഈ ജാതി കുറച്ച് മണ്ണിട്ട്, ചെമ്മണ്ണ് എന്നാണ് പറയുക, ആ മണ്ണ് ഉപയോഗിച്ചിട്ട് ലേശം ഉയർത്തിയിട്ടാണ് ഈ ജാതി നട്ടിട്ടുള്ളത്. ഇതിന് ശരിക്കും പറയാൻ പലതരം വളങ്ങളിടാം. ചിലർ പറയണെന്ന് വെച്ചാൽ ചാണകം ഇട്ട് കഴിഞ്ഞാൽ വേരൊക്കെ പൊന്തിട്ട് വല്ലാണ്ട് നാശാവുന്നു. പക്ഷെ ചാണകം നല്ലതാത്ര ഇതിന്. ശരിക്കും കോഴിക്കാട്ടം, ആട്ടുംകാട്ടം ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇംഗ്ലീഷ് വളം ഞാൻ ഒരു 2 പ്രാവശ്യം ഇംഗ്ലീഷ് വളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഞാൻ എന്താ ചെയ്തിട്ടുള്ള വെച്ചാൽ ഇതിൻ്റെ തടത്തിലൊക്കെ ഈ തേങ്ങ പൊളിച്ചിട്ടുള്ള ചകിരി കമത്തി വെച്ച് അതിന് സ്പ്രിങ്ക്ലറാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആഴ്ചയിലൊരു 4-5 ദിവസം എന്തായാലും സ്പ്രിങ്ക്ലർ അടിക്കും. ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. കായ്ഫലം നല്ലോണം കിട്ടും. ശരിക്കും പറയുമ്പോൾ ഈ ജാതി എന്ന് പറഞ്ഞാൽ ഒരു 2 ജാതി മരം ഉണ്ടെങ്കിൽ ധാരാളം കായ കിട്ടും. ഇപ്പോഴത്തെ മാർക്കറ്റ് വില ജാതിക്കയ്ക്ക് 600 രൂപയും ജാതി പത്രിക്ക് 2000 രൂപയും ഇപ്പോൾ വിലയുണ്ട്. അത്രയും വില വരുന്നതാണ് ഇപ്പോൾ. സാധാരണ ഞാൻ നാളികേരം പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് വെച്ച ചകിരി അത് ഞാൻ കത്തിച്ച് കളയലാണ് പതിവ്. ഇപ്രാവശ്യം ഞാനത് അർബാനയിൽ കയറ്റിയിട്ട് ജാതിയുടെ കടക്കിൽ കൊണ്ടുപോയി കമിഴ്ത്തി വെക്കാൻ പോവാം. കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എസൻസ് ജാതിയുടെ കടക്കിലേക്ക് ഇറങ്ങും. പിന്നെ ജാതിയുടെ വേര് കയറാതിരിക്കും. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. പിന്നെ നല്ല തണുപ്പും കിട്ടും. ഞാൻ ഈ ജാതിയുടെ കടക്കിലേ തൊണ്ട് എന്ന് പറഞ്ഞ ചകിരി, തേങ്ങയുടെ തൊണ്ടിനാണ് തൊണ്ട് എന്ന് പറയുന്നത്. ചകിരി എന്ന് ചില സ്ഥലത്ത് പറയും. ആ ചകിരി കമത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ കൃഷി സാധനങ്ങൾക്കില്ലേ, ഇപ്പോൾ കഴുങ്ങായാലും തെങ്ങായാലും ജാതി ആയാലും പ്ലാവായാലും കശുമാവായാലും എല്ലാറ്റിനും നമ്മൾ വെറും വെള്ളവും വളവും മാത്രം കൊടുത്താൽ പോരാ. നമ്മളതിന് ഒരു സ്പർശനം ദിവസേന അത് പറമ്പിലൊക്കെ നടന്നു നോക്കുക. അതേമാതിരി അതിനൊന്ന് തൊടുക. എന്നാൽ തന്നെ ഒറ്റയ്ക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. ഈ കൃഷി ഐറ്റംസിന് വളരെ സന്തോഷം ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.